പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇടയിൽ നിന്ന് എൻ്റെ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് മരണപ്പെട്ട ആളുകൾക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ അയച്ചു തന്നു, എന്താണ് വസ്തുത എന്ന് ചോദിക്കുകയുണ്ടായി. അല്ലെങ്കിൽ എൻ്റെ മരണപ്പെട്ട ഇന്ന വ്യക്തിക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് ഹദിയ ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഹദിയ ചെയ്താൽ ആ മരണപ്പെട്ടവർക്ക് അത് ലഭിക്കുമോ ഇല്ലയോ എന്നിടത്ത് ഷാഫി മദ്ഹബിൽ രണ്ടഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം, അങ്ങനെ ചെയ്താൽ ആ പ്രതിഫലം അവരിലേക്ക് ചേരുകയില്ല എന്നാണ്. ആ കാര്യമാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ വീഡിയോ നിങ്ങൾ പരമാവധി അത് ഡൗൺലോഡ് ചെയ്തോ മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളുടെ പേജുകളിലോ നിങ്ങളുടെ വാളുകളിലോ അത് സ്റ്റാറ്റസ് ആയോ മറ്റോ ഒക്കെയായി നിങ്ങളിത് പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം സമൂഹത്തിനിടയിൽ വലിയ രൂപത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഓതുകയും അവരിലേക്ക് അതിന്റെ പ്രതിഫലം അധികം ചെയ്യുകയുമായി ബന്ധപ്പെട്ട് ഷാഫി മദ്ഹബിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അയിമ്മത്ത് മുഴുവനും രേഖപ്പെടുത്തിയ കാര്യം തന്നെയാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഓതണ്ട എന്നല്ല അവരുടെ രണ്ടഭിപ്രായമുള്ളത്. ഓതിക്കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അത് ലഭിക്കുക, എന്താണ് നമ്മൾ പറയേണ്ടത്? ഇവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ഖുർആൻ ഓതുന്നയാൾ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവൻ ആ ഖുർആൻ ഓത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രബലമായത് എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്. എന്താണ് അവിടെ പറയേണ്ടത്? അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു ഇലാ ഫുലാൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅതുഹു ഇലാ ഫുലാൻ, ഞാൻ ഓതിയതിന്റെ തുല്യമായ ഒരു പ്രതിഫലം എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എന്നിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? അതല്ല ഞാൻ ഓതിയത് ഞാൻ എൻ്റെ ഉപ്പാക്ക് ഹദിയ ചെയ്തു എന്നാണോ പറയേണ്ടത്? ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ കാര്യം ഞാൻ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം മുറിച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, മരണപ്പെട്ടവർക്ക് ഓതുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല തർക്കമുള്ളത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഓതിയതിന് ശേഷം അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് ലഭിക്കാൻ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത്, ഇവിടെയാണ് തർക്കമുള്ളത്. അവിടെ ഹദിയ ചെയ്തു എന്ന് പറയുകയാണോ വേണ്ടത്, അതല്ല ഞാൻ ഓതിയതിന്റെ പോലത്തെ ഒരു പ്രതിഫലം അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? ഇവിടെയാണ് ഷാഫി മദ്ഹബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ രണ്ടഭിപ്രായ പ്രകാരവും മരണപ്പെട്ടവർക്ക് ഓതാം, അവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷെ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത്, ഇവിടെ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇത് തന്നെയാണ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഹദിയ ചെയ്താൽ തന്നെ ലഭിക്കുമെന്ന് ഷാഫി മദ്ഹബിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ മറ്റ് 3 മദ്ഹബുകളിലും പ്രബലമായ അഭിപ്രായവും ഇങ്ങനെ ഹദിയ ചെയ്താൽ തന്നെ ലഭിക്കും എന്ന രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിൽ തെറ്റിദ്ധരിച്ചു പോകരുത്. കാര്യങ്ങൾ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിനീതമായി സഹോദരങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.